കേരളത്തിന്റെ ഡൽഹി സമരം രാജ്യം ഏറ്റെടുത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോട് പകയാണ് കേന്ദ്രം പെരുമാറുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നില്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നും ഇത് ഭാവി തലമുറ അറിയാതെ ഇരിക്കാനാണ് ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം ഒഴിവാക്കുന്നത് ഗാന്ധിവധം മറച്ചുവെക്കാനാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല. കേന്ദ്ര അവഗണന എത്രയെന്ന് ബോധ്യപ്പെടുത്താൻ ഡൽഹി സമരത്തിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ പ്രക്ഷോഭത്തോടൊപ്പം കേരളത്തിന് പുറമെ ഡൽഹിയും പഞ്ചാബും മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തി. കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള വരുന്നു. യഥാർത്ഥത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ സാന്നിധ്യമായി അപ്പോൾ ഒരു പുതിയ തുടക്കം സ്വാഭാവികമായും ഡൽഹിയിൽ ദർശിക്കുന്നുവെന്നാണ് എല്ലാവരും ആ പ്രക്ഷോഭത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത്. കോൺഗ്രസ് പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അവർക്ക് ഇവിടെ BJP എങ്ങനെ ഒന്നിച്ചു നിർത്താൻ പറ്റും എന്നതാണ് ആലോചന. ലോകത്ത് പലയിടത്തും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയാണ് ഇതിന് കാരണം. ഭൂപരിഷ്കരണമാണ് കേരളത്തെ ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റിത്തീർത്തത്. പ്രവാസികളുടെ സംഭാവനയും കേരളത്തിന്റെ മുന്നേറ്റത്തിന് സഹായിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഇന്നത്തെ നിലയിലേക്ക് മാറി എന്നാരെങ്കിലും പരിശോധിക്കുമ്പോൾ ആദ്യ സ്ഥാനം നാം പാസാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന് തന്നെയാണ് വരിക. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥാനം നമ്മുടെ പ്രവാസി സമൂഹത്തിനാണ്. അവരുടെ ഇടപെടലും സഹായവും കേരളത്തിൻ്റെ പച്ചപ്പിന് വലിയ തോതിൽ സഹായിച്ചു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്ത മാത്രമാണ്. ജനസംഖ്യ കുറയുന്നതിന് ആനുപാതികമായാണ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞത്. ആ കാര്യം വാർത്തയിൽ തുറന്നു പറയാത്തത് മനഃപൂർവ്വമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. 4 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 1 ലക്ഷത്തോളം അധ്യാപകരെ പ്രതിനിധീകരിച്ച് 1200 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.